മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള പട്ടിക തയ്യാറാക്കിയത് ആരെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് സ്ഥലം എംഎൽഎ ടി സിദ്ദീഖ്. പുനരധിവാസത്തിൽ സർക്കാർ വൻ ദുരന്തമായി, ദുരന്തബാധിതരെ പെരുവഴിയിലാക്കില്ലെന്നും പ്രക്ഷോഭം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ടി സിദ്ദീഖ് ദോഹയിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റിൽ ഉള്ള ഒരു ആരോപണം, ലിസ്റ്റിൽ അതിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സമഗ്രമല്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഒന്ന്, ഈ ലിസ്റ്റ് ആരാണ് തയ്യാറാക്കിയത് എന്ന് സർക്കാർ പറയണം. രണ്ട്, ഈ ലിസ്റ്റിൽ പ്രാദേശിക ലോക്കൽ ബോഡീസിൻ്റെ അതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഒരാളുടെയും അഭിപ്രായം എടുക്കാതെ ഉദ്യോഗസ്ഥന്മാരുടെ വിശ്വസിച്ചുകൊണ്ട് സർക്കാർ ഉണ്ടാക്കിയതായിരിക്കുന്ന ലിസ്റ്റാണിത്. 388ഓളം വരുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ 65ഓളം വീട് സമ്പൂർണ്ണമായി പോയ ആളുകളുടെ ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നു എന്ന് പറഞ്ഞാൽ ഇത് തയ്യാറാക്കിയവർ എവിടെ നോക്കി തയ്യാറാക്കിയത്? ഈ പുനരധിവാസം ഘട്ടഘട്ടമാക്കി മാറ്റുന്നത് ശരിക്കും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ട് അതുകൂടെ ഒരു കാരണമല്ല, സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി കൂടെ കാരണമല്ല. അല്ല, 682 കോടി രൂപ വയനാടിന് മാത്രമായി ലഭിച്ച CMDRF ഫണ്ട് ഉണ്ട്. അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടതല്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സ്വന്തം നിലക്ക് ക്രമീകരിക്കാൻ പറ്റും. 2, രാഹുൽ ഗാന്ധി 100 വീട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 100 വീട്, കർണാടക സർക്കാർ 100 വീട്, പ്രതീക്ഷ ഫൗണ്ടേഷൻ 100 വീട്, KCBC 100 വീട്, എത്ര സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് 30 വീട്, എല്ലാ സംഘടനകളും വീടുകൾ പ്രഖ്യാപിച്ചു. അവരെ ഒരു യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്താ സർക്കാരിന് മടി? എന്താണ് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത നടപടി? ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സർക്കാരിനോട് പ്രതികരിക്കാൻ പോകുന്നത്? ഒന്ന്, ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തി അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ പരമാവധി ചെയ്യാനുള്ള നടപടിയെടുക്കും. ഞങ്ങൾ സ്ഥലം തിരയാൻ പുറപ്പെടുകയാണ്. അപ്പോൾ സർക്കാരിനെ കാത്തു നിൽക്കാതെ സ്വയം പുനരധിവാസ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാമൂഹ്യ സംഘടനകളും മതസംഘടനകളും സ്വയം, രാഷ്ട്രീയ പാർട്ടികളും സ്വയം പോവുകയാണ്.